ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ എന്താണ്, ക്രിസ്മസൊക്കെ ആവാറായില്ലേ? എല്ലാവരും ബിസി ആയിരിക്കും അല്ലേ? എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്താ? പിന്നെ എന്തൊക്കെയുണ്ട്? ഞാനും ഇവിടെ കുറച്ച് ബിസിയാണ് കേട്ടോ. ഞാൻ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡിയോയിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും. പിന്നെ വേറെ എന്താണ്, ഈ വണ്ടിയുടെ സൗണ്ട് കാരണം പറയണത് കേൾക്കണ്ടോന്ന് അറിയില്ല കേട്ടോ. പിന്നെ വേറെ എന്താണ്, ക്യാമറ ഓൺ ചെയ്താൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ആകെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയിൽ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് കളക്ഷൻന്ന്. ക്രിസ്മസൊക്കെ ആയിട്ട് അവിടെ എന്തെങ്കിലും പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടോയെന്ന് നോക്കാം. പിന്നെ അവിടെ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഓടിച്ചിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. പാത്തൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റുഡിയോ ഉള്ളത്. 1 കിലോമീറ്റർ ദൂരം ഉണ്ടോയെന്ന് അറിയില്ല, അത്രയ്ക്ക് അടുത്താണ്. പിന്നെ മാക്സ്, റിലയൻസ് എല്ലാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും കയറാം, ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കണേ. അപ്പോൾ നമ്മളിതേ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റുഡിയോ. അങ്ങനെ നമുക്കിനി വേഗം തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വണ്ടി ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് താഴെയുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ താഴെ പാർക്കിങ്ങിലേക്കാണ് പോയത്. അവിടെ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ ഇട്ടു. കണ്ടോ, നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് അവർക്ക് വണ്ടി ഇടാനായിട്ടുള്ള സ്പേസ്. അങ്ങനെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ ഇട്ട് അവിടെ നിന്ന് തന്നെ ലിഫ്റ്റ് ഉണ്ട് മുകളിലേക്ക്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി കേട്ടോ. അതെ, ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി. പിന്നെ നമുക്ക് സ്റ്റുഡിയോയുടെ ഫ്ലോറിലെത്താം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ആകെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ മാതിരിയായിട്ടാണ്. അവിടുത്തെ കളക്ഷൻസൊക്കെ കണ്ടിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഒരു എത്തും പിടിയില്ല. അതുമാതിരത്തെ കളക്ഷൻസാണ് അവിടെ ഉള്ളത്. ഒരുപാട് കളക്ഷൻസുകളുണ്ട്. അതേപോലെ തന്നെ റേറ്റൊക്കെ അത്യാവശ്യം നല്ല കുറവായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. അപ്പോൾ ഒരു ഫ്ലോറിൽ തന്നെയാണ് അവരെല്ലാം സെറ്റ് ചെയ്തേക്കണത്. വുമൻസ്, കിഡ്സ്, മെൻസ്, അങ്ങനെ എല്ലാം ഒരു ഫ്ലോറിൽ തന്നെയാണ് അവരെല്ലാം ഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയേട്ടാ. ചിലതൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായോ ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും അവിടെ ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓഫറിലൊക്കെ ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. ടീഷർട്ടുകൾ, പാൻറ്റുകൾ, ഇതൊക്കെ ഓഫറിലുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ചെരുപ്പുകൾ, ഷൂകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ അതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കി പാത്തുമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. പാത്തുവിന് കിഡ്സിന് പറ്റിയ ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓഫറിലും ഒക്കെ ആയിട്ട് ടീഷർട്ട്, ട്രാക്ക് സൂട്ടുകൾ, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതെല്ലാം കുറേയൊക്കെ നോക്കി കണ്ട്. അങ്ങനെ പാത്തുവിന് നമ്മൾ ഡ്രസ്സ് എടുത്തായിരുന്നു കേട്ടോ. എനിക്കത്ര അങ്ങോട്ട് പറ്റിയില്ല. എനിക്ക് ഡ്രസ്സ് ഞാനപ്പോൾ എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ്ട് നമ്മൾ പാത്തുവിന് വാങ്ങിയ ടീഷർട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ പോകാം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് റിലയൻസിലേക്കാണ്. അപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഷോപ്പുകളും ഇവിടെ അടുത്തടുത്ത് തന്നെ ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഇപ്പോൾ റിലയൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെയും ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കുർത്തീസും ടോപ്പുകളൊക്കെ നല്ല ഡാർക്ക് കളറിൽ ഇത് കണ്ട നല്ല പാർട്ടി വെയർ പോലത്തെ കുർത്തീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ സ്റ്റുഡിയോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഡ്രസ്സുകൾക്കൊക്കെ.
എങ്കിലും ഇവരും ഇവിടെ കുറേ ഓഫറിലും കാര്യങ്ങളിലൊക്കെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ടോപ്പുകളൊക്കെ അത്യാവശ്യം നല്ല ഒരുപാട് കളക്ഷൻസുകൾ എനിക്കിവിടെ റിലയൻസിൽ കാണാൻ സാധിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ അതൊക്കെ കുറേ നേരം നോക്കി. പിന്നെ ഞാനും കുറേ ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ അവിടെ നിന്ന് കുറേയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.